പാഞ്ചാല രാജധാനിയിലെ സ്വയംവരവേദി ദ്രൗപദി സ്വയംവരം. സർവാഭരണ വിഭൂഷിതയായ ദ്രൗപദി വരണമാല്യവുമായി നിൽക്കുന്നു. നിരവധി രാജാക്കന്മാർ നിരനിരയായി സ്വയംവരവേദിയിൽ ഇരിക്കുന്നുണ്ട്. ആയുധാഭ്യാസത്തിൽ ജയിക്കുന്നയാൾക്കു മാത്രമേ ദ്രൗപദിയെ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിസുന്ദരിയായ ദ്രൗപദിയെ സ്വന്തമാക്കുവാൻ മോഹിച്ചെത്തിയ രാജാക്കന്മാരുടെ ഇടയിൽ ദ്രൗപദി അർജുനനെ തിരയുന്നുണ്ട്. അതികഠിനമായ ആയുധ പരീക്ഷ വിജയിക്കുവാൻ അർജുനന് മാത്രമേ കഴിയൂ. അത് ദ്രൗപദിക്കും അറിയാം. എങ്കിലും രാജാക്കന്മാരുടെ ചിന്ത ഒരുപക്ഷെ വിജയിക്കുവാൻ കഴിഞ്ഞെങ്കിലോ? അപ്പോഴതാ സ്വയംവര പന്തലിലേക്ക് സൂര്യ തേജസ്സോടെ ഒരതിഥി എത്തുന്നു. അത് മറ്റാരുമല്ല, കർണൻ. ആയുധാഭ്യാസത്തിനായി കർണൻ വില്ലെടുക്കാനൊരുങ്ങവേ ദ്രൗപദി വിളിച്ചു പറഞ്ഞു, വേണ്ട, തേരാളിയുടെ പുത്രനെ ഞാൻ വിവാഹം കഴിക്കില്ല. അപമാനഭാരത്താൽ കർണൻ വില്ലു താഴെ വെച്ച് പുറത്തേക്കിറങ്ങി. ദ്രൗപദി അന്നങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മഹാഭാരത കഥ മറ്റൊന്നായേനെ. എവിടെയും അപമാനിക്കപ്പെടുന്ന സൂര്യപുത്രൻ കർണൻ.